ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമുക്ക് എങ്ങനെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് ബെഡ്റൂം വരുന്നതിൻ്റെ വയറിങ്, കൺസീൽഡ് വയറിങ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ബെഡ് സ്വിച്ചിലേക്ക്, അതായത് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുന്ന വഴി എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 2 പൈപ്പ് വെട്ടി കൊണ്ടുപോകുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 8 മോഡ്യൂളിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കൺസീൽഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിലിടുന്നതിൻ്റെ സെൻറ്ററിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ 2 സൈഡുകളിലായിട്ട് 2 സ്വിച്ച് ബോർഡുകളാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ആ സ്വിച്ച് ബോർഡുകൾ താഴെ നിന്നും 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. 70 സെൻറ്റിമീറ്റർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷിങ് 65 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിങ് സ്റ്റേജിൽ കിട്ടും. ഇനി അവിടെ നിന്ന് 20 mm പൈപ്പുകളാണ് നമ്മൾ അടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി നമ്മൾ സീലിംഗ് ഉണ്ടാകും. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന പോലെ തന്നെ സീലിങ്ങിൻ്റെ ലൈറ്റ്സുകളുണ്ട്. നമ്മൾ വാർക്കയുടെ അകത്തിടുന്ന ലൈറ്റ്സ്. അതിൽ നിന്ന് ലീഡുകൾ, അതായത് വയറുകളെല്ലാം വലിച്ചു കൊണ്ടാണ് വയർ 20 mm പൈപ്പ് ഇട്ട് നേരെ ആ ബോക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. 20 mm ISA പൈപ്പുകളാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വയറിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 20 mm പൈപ്പും 25 mm പൈപ്പുമാണ്. അതായത് 3/4 ഇഞ്ച് 1 ഇഞ്ച് പൈപ്പുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ സോളിഡിൻ്റെ കട്ടകളായതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ സ്റ്റീൽ ആണികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീൽ ആണികളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സാധാരണ ആണിയാകുമ്പോൾ വളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ പ്ലഗ് വരുന്നതിൻ്റെ രീതി നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു 3 മോഡ്യൂളിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്വിച്ച് പ്ലഗ് വരുന്നതിന് 3 മോഡ്യൂൾ, ഒരു സ്വിച്ച് എന്ന് ഉദ്ദേശിച്ച 1 മോഡ്യൂളാണ്. അവിടെ നിന്ന് നമുക്ക് ലിങ്ക് ചെയ്ത് പോകുന്ന പുറത്തേക്ക് ഒരു ലൈറ്റ് പോകുന്നുണ്ട്. പിന്നെ വരുന്ന AC ഔട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടി വരുന്നത്. അത് 3, അങ്ങനെ ടോട്ടൽ 3 പൈപ്പുകളാണ് ആ ബോക്സിലൂടെ കയറിറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്കിത് ഈ ബോക്സിലേക്ക് വരുന്ന കണക്ഷൻ കൂടാതെ ഒരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ഏറ്റവും നല്ലത് പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാതിരിക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ടുകളെല്ലാം തന്നെ സ്വിച്ച് ബോർഡിലിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ അടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4x4 ബോക്സ്, അതായത് ഇപ്പോൾ ഒരു പൈപ്പ് പോകുന്ന സ്ഥലത്ത് നമുക്കൊരു ജംഗ്ഷൻ ആവശ്യമുണ്ട്, ഒരു ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ജംഗ്ഷനായിട്ടല്ല ചെയ്യുന്നത്. നമ്മളോട് ഒരു PVC ബോക്സിൻ്റെ 4x4 വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഒരു ഹോൾഡറോ എന്ത് സാധനം വേണമെങ്കിലും ഫാൻസ് ലൈറ്റോ അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റോ കൊടുക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് 4x4 ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ റൂമിൻ്റെ എൻട്രൻസ്. ആ റൂമിൻ്റെ എൻട്രൻസിൽ നിന്നും അപ്പുറത്തേക്ക് ബാത്റൂമിലേക്ക് സർക്യൂട്ട് പോകുന്നതിന് മുന്നേ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയയിലേക്ക് സർക്യൂട്ട് പോകുന്നു. ആ സർക്യൂട്ടിൽ നിന്ന് തന്നെ നേരിട്ടാണ് നമ്മുടെ ബാത്റൂമിലേക്കും പോകുന്നത്. അപ്പോൾ ലിങ്ക് ചെയ്താൽ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ബാത്റൂമിൽ നിന്നും ഒരു ലിങ്ക് എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്കുള്ള ബാത്റൂമിൻ്റെ ലൈറ്റ് കൂടി കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡ് 6 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നു. മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് കൂടി ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബെഡ്റൂമിൻ്റെയും അതുപോലെ തന്നെ ഒരു ബാത്റൂമിൻ്റെ വയറിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ ലിങ്ക് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.